തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ മകന്റെ മർദ്ദനമേറ്റ് ചികിത്സയിലായിരുന്ന പിതാവ് മരിച്ചത് വെൺപകൽ സ്വദേശി സുനിൽകുമാർ. മകൻ സിജോയ് സാമുവൽ പോലീസ് കസ്റ്റഡിയിലാണ്. വിവരങ്ങളുമായി പ്രദീപ് പാറശാല ചേരുന്നു. പ്രദീപ്, നെയ്യാറ്റിൻകരയിലാണ് മകന്റെ മർദ്ദനമേറ്റ് ചികിത്സയിലായിരുന്ന പിതാവ് മരിച്ചത്. സംഭവം വിശദമാക്കും. 11-ാം തീയതിയാണ് ഇത്തരത്തിൽ 60 വയസ്സുള്ള വെൺപകൽ സ്വദേശിയായിട്ടുള്ള സുനിൽകുമാറിനെ മകന്റെ മർദ്ദനമേൽക്കുന്നത്. മർദ്ദനമേറ്റ ഉടൻ തന്നെ നെയ്യാറ്റിൻകര നിംസ് മെഡിസിറ്റിയിൽ ഇദ്ദേഹത്തെ സുനിൽകുമാറിനെ പ്രവേശിപ്പിക്കുകയായിരുന്നു. എന്നാലും മകൻ മർദ്ദിച്ചു എന്നുള്ള കാര്യം ആരോടും തന്നെ സുനിൽകുമാർ പറഞ്ഞിരുന്നില്ല. ഒടുവിലാണ് ഈ ഹോസ്പിറ്റലിൽ വെച്ച് ഓപ്പറേഷന് വേണ്ടിയിട്ട് ഗുരുതരമായി പരിക്കേറ്റ് ഓപ്പറേഷന് വേണ്ടിയിട്ട് കയറ്റുന്ന സമയത്താണ് ഭാര്യയോട് ഇത്തരത്തിൽ മകൻ ആക്രമിച്ച കാര്യം പറയുന്നത്. മകൻ മാനസിക പെറ്റ് ചികിത്സയിലായിരുന്നു. തുടർന്ന് ഇദ്ദേഹത്തിന് ഈ മകൻ വെൺപകൽ താമസിക്കുന്ന മകന് എല്ലാ ദിവസവും മകളുടെ വീട്ടിൽ നിന്നാണ് സുനിൽകുമാർ ആഹാരം കൊണ്ടുകൊടുക്കുന്നത്. ഇത്തരത്തിൽ ആഹാരം കൊടുക്കുന്നതിനിടയിൽ സംഭവിച്ച ഒരു ക്രൂരമായ മർദ്ദനമാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. എന്തായാലും ചികിത്സയിലിരിക്കെ ഇന്ന് വെളുപ്പിലെയാണ് സുനിൽകുമാർ മരണപ്പെട്ടത്. നിലവിൽ മകൻ സിജോയെ നെയ്യാറ്റിൻകര പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇപ്പം മകനെ ചോദ്യം ചെയ്ത് വരികയാണ്. ശരി, തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലാണ് മകന്റെ മർദ്ദനമേറ്റ് ചികിത്സയിലായിരുന്ന പിതാവ് മരിച്ചത് വെൺപകൽ സ്വദേശി സുനിൽകുമാറാണ്. മകൻ സിജോയ് സാമുവൽ പോലീസ് കസ്റ്റഡിയിലാണ്. പ്രദീപ് പാറശാലയാണ് വിവരങ്ങൾ നൽകിയത്. നിലവിലെ റഹീം മാധ്യമങ്ങളെ കാണുന്നുണ്ട്. തത്സമയ ദൃശ്യങ്ങളിൽ ബാധകമാണ് എന്ന് ഞാൻ കരുതുന്നു. കഴിഞ്ഞ ദിവസം അതിൻ്റെ പണിമുടക്ക് ദിവസം ഡൽഹിയിൽ വളരെ നല്ലൊരു കാഴ്ച കണ്ടത് മാധ്യമപ്രവർത്തകരും എല്ലാവരും ചേർന്നിട്ട് മലയാളികളല്ലാത്തവരും ഒക്കെ ചേർന്ന് ആ പ്രൊട്ടസ്റ്റിൽ